ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2026 റിലീസായ സ്റ്റിൽ ഷെയറിംഗ് എന്ന റൊമാൻറ്റിക് കൊറിയൻ ഡ്രാമയിലെ എപ്പിസോഡ് 4 മുന്നേയുള്ള എപ്പിസോഡുകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് 2021 കാലഘട്ടമാണ്. ഒരു കോപ്പറേറ്റീവ് കമ്പനിയിൽ പ്രോഗ്രാമറായി തേസോ വളരെ ലേറ്റായും ഒറ്റയ്ക്കിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നീട് അവിടുന്ന് അച്ഛനമ്മമാരുടെ കല്ലറയിലിരുന്ന് തേസു സംസാരിക്കുന്നുണ്ട്. എനിക്ക് ജോലി കിട്ടിയതിൽ എല്ലാവരും ആകെ സന്തോഷത്തിലാണ്. ഏറ്റവും സന്തോഷം ഹോസോയ്ക്കാണെന്നും അവൻ പറയുന്നു. അവിടുന്ന് പിന്നീട് 2025 കാലഘട്ടം. തേസു ഇപ്പോൾ ഒരു ലോക്കോ പൈലറ്റ് ആണ്. അവൻ അവന്റെ ജോലിയെല്ലാം കഴിഞ്ഞ അടുത്തുള്ള റെസ്റ്റോറന്റിൽ വരുമ്പോൾ അവിടെ അവന്റെ കൊളീഗ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഭക്ഷണവും കഴിച്ച് വീട്ടിലേക്ക് പോവുകയാണ് തേസോ. ഏറ്റവും മുകളിലത്തെ നിലയിലുള്ള അവന്റെ വീട്ടിലേക്ക് പടികയറി വരുമ്പോൾ സ്റ്റഡി സെന്ററിലുള്ള ഫ്രണ്ട് സ്റ്റെപ്പിൽ അവനെയും കാത്തിരിപ്പുണ്ടായിരുന്നു. കണ്ടപാടെ തേസോയോട് എനിക്ക് വിശക്കുന്നു, നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ ഞാൻ ഇതുവരെയും ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടില്ല, ഇവിടെ ഞാൻ കുക്ക് ചെയ്യാറില്ല എന്ന് നിനക്കറിയില്ല എന്ന് ചോദിക്കുമ്പോൾ 3 വർഷമായി നീ ഇത് തന്നെയല്ലേ പറയുന്നതെന്ന് ചോദിച്ച അവനും അവന്റെ ഒപ്പം വീടിനുള്ളിലേക്ക് കയറുന്നു. വീട് മുഴുവനും ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കാനായി കുറെ തടിപ്പലകൾ കൊണ്ട് വെച്ചിരിക്കുന്നു. ചെന്ന പാടെ അത് മുറിക്കാനുള്ള മെഷീൻ എല്ലാം അവൻ ഓൺ ചെയ്തു നോക്കുമ്പോൾ നിനക്ക് ഇതിന്റെയൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ഫ്രണ്ട് ചോദിക്കുന്നു. അവൻ മിണ്ടരുതെന്ന് ആംഗ്യവും കാണിക്കുന്നു. ഫ്രണ്ട് പോയതിനു ശേഷം അനിയനെ വിളിക്കുമ്പോൾ തേസോയെ പഠിപ്പിച്ച സാറിന്റെ സഹോദരിയുടെ കല്യാണത്തിന് ചേട്ടന് വന്നൂടെ, ഞാൻ എന്തിനാ പോകുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ നിനക്കറിയില്ലേ എനിക്ക് വീക്കെൻഡിൽ ഓഫ് ഇല്ല എന്ന് തേസോ തിരിച്ചു ചോദിക്കുന്നു. ചേട്ടൻ എത്ര ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട്? എപ്പോ വിളിച്ചാലും എന്തേലും അറ്റകുറ്റപ്പണി ഉണ്ടെങ്കിൽ വരാമെന്ന് മാത്രം പറയും. ഇനി അതിനായി ഇവിടുത്തെ സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കണോ? എപ്പോഴും ജോലി തിരക്കാണ്. ചേട്ടനൊരു കല്യാണമൊക്കെ കഴിഞ്ഞ് 2-3 കുട്ടികളായാലല്ലേ എനിക്കൊന്ന് മാമനായി വിളിച്ചു നടക്കാൻ പറ്റുള്ളൂ എന്ന് അവനോട് പറയുമ്പോൾ ഫോൺ കട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞ് തേസോ കോൾ കട്ട് ചെയ്യുന്നു. അങ്ങനെ ഫ്രെയിം ഉണ്ടാക്കാനായി പാട്ടൊക്കെ ഇട്ട് ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പാട്ട് പെട്ടെന്ന് നിൽക്കുന്നത്. അവൻ എന്താണെന്നറിയാൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ മറ്റൊരു ഡിവൈസിൽ ഈ അക്കൗണ്ടിൽ നിന്ന് പാട്ട് കേൾക്കുന്നു എന്ന നോട്ടിഫിക്കേഷൻ വരുന്നു. പിന്നെ കാണിക്കുന്നത് ഹെഡ്സെറ്റിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന യൂണിനെ ആണ്. അവളിങ്ങനെ വീട്ടിൽ വെച്ചിരിക്കുന്ന അവളുടെയും അച്ഛന്റെയും ഫോട്ടോസ് നോക്കി സങ്കടപ്പെട്ടിരിക്കുന്നു. പിറ്റേന്ന് ജോലിക്ക് പോകുമ്പോഴും അവൻ പാട്ട് വെച്ച് നോക്കുമ്പോൾ സെയിം മെസ്സേജ് തന്നെ വരുന്നു. പാട്ട് കേൾക്കുന്നത് യൂൺ ആണെന്ന് അവന് മനസ്സിലാകുന്നു. ട്രെയിനിൽ പാട്ട് കേട്ടിരിക്കുന്ന യൂൺ പിന്നീട് അവളുടെ ലഗേജുമായി ഒരു ഗസ്റ്റ് ഹൗസിൽ എത്തുമ്പോൾ സ്റ്റാഫ് അവിടുത്തെ ജോലിയും രീതികളും എല്ലാം അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവളിവിടെ മാനേജറായി പോസ്റ്റിംഗ് ആയതാണ്. ഈ ഹോട്ടലിൽ സോളോ ട്രാവലേഴ്സ് അല്ലെങ്കിൽ എഴുത്തുകാരൊക്കെ ലോങ് ടൈം ആയാണ് ഇവിടെ താമസിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു അൺമാൻഡ് ഹോട്ടലാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അവര് തന്നെയാണ് നോക്കേണ്ടത്. നമ്മൾ ഇതെല്ലാം മേൽനോട്ടം വഹിച്ചാൽ മതിയെന്നും സ്റ്റാഫ് അവളോട് പറയുന്നു. ജോലിയെ പറ്റി വിശദീകരിക്കുമ്പോൾ ബ്രേക്ക് റൂം എവിടെയാണെന്ന് ചോദിക്കുന്ന യൂണിന് സ്റ്റാഫ് അത് കാണിച്ചു കൊടുക്കുന്നു. നിങ്ങൾക്കൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു എന്ന് കേട്ടു, അതിനെന്തു പറ്റി, എവിടെയായിരുന്നു എന്ന് സ്റ്റാഫ് ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടുന്നില്ല. നിങ്ങൾ താമസ സ്ഥലം നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ധൃതിയിൽ അതിനൊന്നും സമയം കിട്ടിയില്ല എന്ന് പറയുന്ന യൂണിനോട് വേണമെങ്കിൽ ഞാൻ താമസിക്കുന്നിടത്ത് താമസിക്കാം, ഇവിടെ നിന്നും വളരെ അടുത്താണ്, 2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ അവിടെ നിന്ന് മാറും, വേണമെങ്കിൽ അങ്ങോട്ടേക്ക് മാറിക്കൊള്ളാൻ സ്റ്റാഫ് പറയുമ്പോൾ അവൾ അത് മൂളി കേൾക്കുന്നു. പിന്നീട് റെന്റൽ സൈക്കിളും എടുത്തുകൊണ്ട് ഹോട്ടലിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ അവൾ ചുറ്റിക്കാണുകയും ഫേമസ് റെസ്റ്റോറന്റുകൾ, ഷോപ്പുകൾ ഇവയെല്ലാം അവൾ നോട്ട് ചെയ്യുന്നു. പിന്നീട് അവൾ അവിടെയുള്ള തന്റെ സ്കൂൾ ഫ്രണ്ട് സോളിന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന നേരം തോന്നുമെങ്കിൽ ഞങ്ങൾ വരാനിരുന്നതാണ്, ഇതൊക്കെ നടക്കുമെന്ന് ആര് കണ്ടു എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ ഗസ്റ്റ് ഹൗസ് അടച്ചുപൂട്ടിയെന്ന് വിശ്വസിക്കാൻ തന്നെ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. കുറെ സമയം എടുത്താണ് ഞാനത് അക്സെപ്റ്റ് ചെയ്തത്. ഇപ്പൊ എനിക്ക് നല്ല സമാധാനമുണ്ടെന്ന് പറഞ്ഞ് അവൾ കഴിക്കുന്നു. നിനക്കൊരു വീട് ശരിയാകുന്നത് വരെ ഇവിടെ താമസിക്കാമെന്ന് ജിസോൾ പറയുമ്പോൾ അത് വേണ്ട, എനിക്കൊരു താമസ സ്ഥലം ശരിയായിട്ടുണ്ട്, പോരാത്തതിന് എനിക്ക് പരിചയമുള്ള ഒരാഴ്ച അവിടെ കാണില്ല, ആ സമയം വീട് നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അവിടെ താമസിക്കാമെന്നും അവൾ പറയുന്നു. അപ്പോഴേക്കും അവളുടെ ഭർത്താവും ഇവരുടെ ക്ലാസ്മേറ്റുമായ സുഞ്ച അങ്ങോട്ടേക്ക് വരുന്നു. പിന്നീട് അവിടെ നിന്നും തിരികെ സിയോളിലുള്ള ഹോട്ടലിലേക്ക് മടങ്ങും വഴി ട്രെയിനിൽ നിൽക്കുന്ന യൂണിനെ നമ്മൾ കാണുന്നു. സ്റ്റേഷനിൽ ഇറങ്ങുന്ന അവൾ തേസോയുമായി ആദ്യമായി സിയോളിൽ വന്നത് ആലോചിച്ച് അങ്ങനെ നടക്കുമ്പോൾ ഫോണിൽ ജെയിംസിന്റെ കോള് വരികയും അവളത് അറ്റൻഡ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന ട്രെയിനിൽ നിന്നും തേസോയുടെ അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ടെങ്കിലും അവൾ അത് ശ്രദ്ധിക്കുന്നില്ല. പുറത്ത് എന്തോ ഒന്ന് ആലോചിച്ച് നിൽക്കുന്ന യൂണിനെ തേസോയും കാണുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഹോട്ടലിലെത്തുന്ന അവൾ ആരും കാണാതെ ബ്രേക്ക് റൂമിൽ പോയി കിടക്കുന്നു. പിറ്റേന്ന് യൂണിന്റെ ആദ്യ ദിവസത്തെ ജോലി കൃത്യമായി അവൾ ചെയ്യുകയും ശേഷം അവൾ ട്രെയിനിൽ നിന്നിറങ്ങി സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ആ ട്രെയിനിലെ ലോക്കോ പൈലറ്റ് ആയിരുന്നു തേസോ. 1 മിനിറ്റ് ലേറ്റ് ആക്കും ട്രെയിൻ പോകാനെന്ന അനൗൺസ്മെന്റ് കൊടുക്കുമ്പോൾ അവന്റെ ശബ്ദം കേട്ട് അവളത് ശ്രദ്ധിക്കുകയും
ട്രെയിനിന്റെ എല്ലാ ഡോറുകളും അടഞ്ഞു എന്ന് സ്ക്രീനിൽ കൂടി നോക്കുന്ന തേസോ സ്റ്റേഷന് പുറത്തു നിൽക്കുന്ന യൂണിനെയും കാണുന്നുണ്ട്. അവൾ ഫ്രണ്ടിലേക്ക് നടന്ന് തേസോ തന്നെയാണോ എന്ന് ഉറപ്പിക്കാനായി മുന്നോട്ട് നടന്നു വരുമ്പോൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള അറിയിപ്പ് തേസോയ്ക്ക് കിട്ടുകയും ഒരു നിർവാഹവുമില്ലാതെ അവൻ ട്രെയിൻ എടുത്ത് പോവുകയും ചെയ്യുന്നു. അവൾ ഓടി വരുന്നുണ്ടായിരുന്നെങ്കിലും നിരാശയായിരുന്നു ബലം. പിന്നീട് ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന തേസോ അവിടെ നിന്നും ഇറങ്ങി ഓടുകയും ട്രെയിൻ പിടിച്ച് അവൾ നിൽക്കുന്ന സ്റ്റേഷനിലേക്ക് വരികയും ചെയ്യുന്നു. റൂം നമ്പർ 601 എന്ന യൂൺ നമ്പർ സേവ് ചെയ്തിരിക്കുന്ന ആൾ അവളെ വിളിച്ച്, ജെയിംസ് നിങ്ങളെ പറ്റി അന്വേഷിച്ചു, നീ എന്റെ വീട്ടിലേക്കാണ് വരുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിലും അവൻ ഇനി ഇങ്ങോട്ട് വന്നാൽ എല്ലാം പ്രശ്നത്തിലാകും. കാരണം ഞാൻ എന്റെ ഭാര്യയോട് ജെയിംസിന്റെ ഫ്രണ്ടാണ് നീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ ഇങ്ങോട്ട് വരാനായി സ്റ്റേഷനിൽ ഉണ്ടാകുമെന്ന് എനിക്ക് ജെയിംസിനോട് പറയേണ്ടി വന്നു എന്നും അയാൾ പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ജെയിംസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നീ ഇവിടെ എന്തു ചെയ്യുന്നു എന്ന് ജെയിംസ് ചോദിക്കുമ്പോൾ അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. നമുക്ക് തിരിച്ച് ടോങ്യോങ്ങിലേക്ക് പോകാമെന്ന് അവൻ പറയുമ്പോൾ ഞാൻ ഇനി അങ്ങോട്ടില്ല എന്ന് അവൾ മറുപടി പറയുന്നു. എനിക്കിതാ എന്താ പറ്റിയെന്നും ഗസ്റ്റ് ഹൗസ് ക്ലോസ് ആക്കി നീ ഇവിടെ എന്തെടുക്കുകയാണെന്നും അവൻ അവളോട് ചോദിക്കുമ്പോഴാണ് ഓപ്പോസിറ്റ് സൈഡിൽ തേസോ വന്ന് ട്രെയിൻ ഇറങ്ങുന്നത്. അവർ തമ്മിൽ സംസാരിക്കുന്നത് അവൻ കാണുകയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യുന്നു. സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുന്ന തേസോയ്ക്ക് ഓപ്പോസിറ്റായി ജെയിംസുമായുള്ള സംസാരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അവൾ പോകാനായി മുകളിലേക്ക് ഓടി വരുമ്പോൾ തേസോയെ കാണുന്നു. പെട്ടെന്ന് അവർ രണ്ടാളും സ്റ്റക്കാകുന്നു. കണ്ണിൽ നോക്കി അങ്ങനെ നിൽക്കുമ്പോഴാണ് ജെയിംസ് അങ്ങോട്ടേക്ക് യൂണെന്ന് വിളിച്ചു വരുന്നത്. അപ്പോൾ തന്നെ യൂൺ അവിടെ നിന്നും ഓടിപ്പോകുന്നു. തേസോയെ പാസ് ചെയ്തു പോകുന്ന ജെയിംസും അവനെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. സ്റ്റേഷന് പുറത്തുകൂടി ഓടുന്ന അവൾ കുറെ ഓടിയതിനു ശേഷം 10 വർഷങ്ങൾക്ക് ശേഷം തന്റെ തേസോയെ കണ്ട കാര്യം ഓർക്കുകയും അവനെ കാണാനായി അവൾ തിരികെ ഓടി വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാൽ അവിടെ ജെയിംസ് അവളെയും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജെയിംസ്, നീ എന്താ ഫോൺ എടുക്കാത്തതെന്നും എല്ലാം ബ്രേക്ക് ചെയ്ത് ഗസ്റ്റ് ഹൗസും ക്ലോസ് ആക്കി നീ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്നും ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യാതിരുന്നാൽ ഒരു ബാഡ് ന്യൂസും ഞാൻ അറിയില്ല എന്നവൾ പറയുന്നു. ശരി, നമുക്കിടയിൽ ഉള്ള ബാക്കി എല്ലാ കാര്യങ്ങളും മറന്നേക്കൂ. നമ്മൾ രണ്ടുപേരും പാർട്ട്നേഴ്സ് ആണ്. ഒരു സ്ഥാപനം സക്സസ്ഫുൾ ആയി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെ താഴെ ഇറക്കാൻ ഒരുപാട് പേർ ശ്രമിക്കും. അങ്ങനെ കുറച്ചുപേർ നമ്മുടെ ഗസ്റ്റ് ഹൗസും ക്ലോസ് ആക്കാൻ ശ്രമിച്ചു. അത് സ്വാഭാവികമാണെന്നും കേസ് വിജയിച്ചാൽ നമുക്ക് വീണ്ടും ഓപ്പൺ ചെയ്യാമെന്നും അവൻ പറയുന്നു. എനിക്കിതൊന്നും കേൾക്കണ്ട എന്ന് അവൾ തല കുനിച്ചുകൊണ്ട് പറയുന്നുണ്ട്. നീ എന്തിനാണ് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നതെന്നും ഞാൻ ഇടയ്ക്ക് വരാമെന്നും പറയുമ്പോൾ വേണ്ട, അതിന്റെ ആവശ്യമില്ല. നമ്മുടെ ഷെഡ്യൂളുകൾ തമ്മിൽ മാച്ച് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്നും എനിക്കിവിടെ ഇപ്പോൾ കിട്ടിയ ജോലിയിൽ ഞാൻ തൃപ്തിയാണെന്നും അവനോട് അവൾ പറയുന്നു. പിന്നീട് ചേഞ്ചിങ് റൂമിൽ യൂണിനെയും ഓർത്തിരിക്കുന്ന തേസോയെ കാണുന്നു. പോകുന്ന വഴിക്ക് അവളും അവനെ പറ്റി ഓർത്ത് കരയുന്നുണ്ട്. പിറ്റേന്ന് ഫ്രെയിമിന്റെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന തേസോയ്ക്ക് സാറിന്റെ കോള് വരികയും വെഡിങ് ഗിഫ്റ്റായി ഇത്രയും തുക തരേണ്ടിയിരുന്നില്ല എന്നും സാറ് പറയുമ്പോൾ എനിക്ക് വരാൻ കഴിയാഞ്ഞത് കൊണ്ടാണ് ഹോസോയെ അങ്ങോട്ടേക്ക് വിട്ടത് എന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ കുട്ടികൾ കല്യാണത്തിന് വന്നിരുന്നു. അതിനെല്ലാം എന്നെ സഹായിച്ചത് നിന്റെ അനിയനാണെന്നും അയാൾ പറയുന്നു. യൂൺ കല്യാണത്തിന് എത്തിയോ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഇല്ല, അവളെപ്പറ്റി ആർക്കും ഒന്നും അറിയില്ല എന്ന് പറയുകയും 1 മാസത്തിന് മുന്നേ അവളുടെ വീട് പൊളിക്കാൻ അവളുടെ പേരിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തെന്നും എന്നാൽ അതിനൊക്കെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഡോക്യുമെന്റ്സ് വേണമായിരുന്നു. എന്നാൽ അവളുടെ കയ്യിൽ ഒരൊറ്റ പേപ്പറേ ഉണ്ടായിരുന്നുള്ളൂ എന്നും സാർ പറയുന്നു. സാറിന്റെ വൈഫ് ടൗൺ ഓഫീസിലായിരുന്നു വർക്ക് ചെയ്തത്. അവിടെ നിന്നും പെറ്റീഷന്റെ ഒരു കോപ്പി തേസോ പോയി വാങ്ങുന്നുണ്ട്. ഇതെനിക്ക് മെയിൽ വന്നതാണെന്നും കോണ്ടാക്ട് ഡീറ്റെയിൽസ് എടുക്കാൻ യാതൊരു നിർവാഹവും ഇല്ല എന്നും അവർ അവനോട് പറയുന്നു. അങ്ങനെ അവൻ ഗ്രാമത്തിലേക്ക് വരികയും ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഹോസോ കൂട്ടുകാരുമായി വരുമ്പോൾ അവനെ കാണുകയും ചെയ്യുന്നു. അവന്റെ കൂട്ടുകാരുമായി പരിചയം പുതുക്കിയതിനു ശേഷം അവർ രണ്ടാളും കൂടി വഴിയിലൂടെ സംസാരിച്ചു പോകുന്നു. 3 വർഷത്തിനു മുന്നേ ഒരു അവധി ദിവസം ആ വലിയ കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്യുകയാണെന്നും പറഞ്ഞ് ഒരു ബോംബ് പൊട്ടിച്ചു പോയ ആളാണ്. പിന്നെ ഇപ്പോഴാ വരുന്നതെന്ന് അവൻ പറയുമ്പോൾ നിന്റെ ജോലിയൊക്കെ എങ്ങനെയുണ്ടെന്ന് തേസോ തിരിച്ചു ചോദിക്കുന്നു. പിന്നീട് വീട്ടിലെത്തുന്ന തേസോ കേടായ ബൾബൊക്കെ ശരിയാക്കുന്നതും അത് കണ്ട് അവനെ ചീത്ത പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ മുത്തശ്ശി വിളിക്കുകയും ചെയ്യുന്നു. മുത്തച്ഛൻ എവിടെ എന്ന് അവൻ ചോദിക്കുമ്പോൾ അദ്ദേഹം ഫാമിലാണെന്നും ഈ പ്രായത്തിലും കൊച്ചുമക്കളുടെ സഹായത്തോടെ ഞങ്ങൾക്ക് 2 പേർക്കും സ്വന്തമായ ഒരു ഫാം ഉണ്ടെന്നും പറഞ്ഞവർ സന്തോഷിക്കുന്നു. രാത്രി ആരും താമസിക്കാനില്ലാതെ കാടുപിടിച്ച് കിടക്കുന്ന യൂണിന്റെ വീടിന് മുന്നിൽ അവൻ എത്തി ഒന്ന് അങ്ങോട്ട് നോക്കുകയും പിന്നീട് വീടിനടുത്തുള്ള ആ കടയിലേക്ക് ചെല്ലുകയും ചെയ്യുന്നുണ്ട്. അവിടുത്തെ മുത്തശ്ശിയോട് പരിചയം പുതുക്കുകയും യൂൺ ഇവിടെ വരാറുണ്ടോ എന്നും ഈ പച്ചക്കറികളുടെ ഒക്കെ ചിത്രങ്ങൾ വരച്ചത് അവളല്ലേ എന്നും ചോദിക്കുമ്പോൾ അതിലൊരു ചിത്രത്തിന്റെ പുറകിൽ അവൻ അവന്റെ പേരും നമ്പരും എഴുതിയിട്ട് അവൾക്ക് കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. അവളിവിടെ വരാറില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കത്തുകൾ എഴുതാറുണ്ടെന്നും അവൾക്ക് സുഖമാണെന്നും പറഞ്ഞ് അവർ ക്രിസ്മസിനും ന്യൂ ഇയറിനും വന്ന കത്തുകൾ എടുത്തു കാണിച്ചു കൊടുക്കുന്നു. അവളിപ്പോൾ ഹാപ്പിയായി ജീവിക്കുന്നുണ്ടെന്നും
അവളുടെ കത്തിലൂടെ മനസ്സിലാക്കുന്നവൻ ഞാൻ ഇനി വെറുതെ ടെൻഷൻ ആകണ്ട എന്നും എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്നും ഓർത്ത് സൈക്കിളിൽ അങ്ങനെ പോകുന്നു. പിന്നീട് ഫ്രെയിം ചെയ്യിക്കാൻ തന്ന ഒരു ക്ലയന്റിനെ കാണാനായി അവനൊരു റെസ്റ്റോറന്റിൽ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ക്ലയന്റ് അന്ന് സ്റ്റഡി സെന്ററിൽ സീറ്റിനായി വാശി പിടിച്ച അസോൾ ആയിരുന്നു. അവനവളോട് ഫ്രെയിമിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചറിയുന്നു. അവൾക്ക് പക്ഷേ അവന്റെ ഡീറ്റെയിൽസ് അറിയാനായിരുന്നു കൂടുതൽ ക്യൂരിയോസിറ്റി. അങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് ഞാൻ എന്റെ കൊളീഗ്സിന്റെ അല്ലാതെ മറ്റാരുടെയും വർക്ക് പുറത്തുനിന്നും എടുക്കാറില്ലായിരുന്നു. നിങ്ങൾ എന്തിനാ എനിക്ക് ഈ വർക്ക് തന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ ആർട്ട് ഗാലറിയിൽ വയ്ക്കാൻ നല്ലൊരു ലാൻഡ്സ്കേപ്പ് ഫ്രെയിം വേണം, അതിനായി ഓൺലൈനിൽ സെർച്ച് ചെയ്തപ്പോൾ നിങ്ങളെ കിട്ടിയതാണെന്നും എനിക്ക് ഒരു വർക്ക് കൂടി നിങ്ങൾ സെറ്റാക്കി തരുമോ, അതിന് ഡെഡ് ലൈൻ ഒന്നുമില്ല, അതൊരു ഓയിൽ പെയിന്റിംഗ് ആണെന്നും അവൾ പറയുന്നു. അവൻ ആ ചിത്രത്തിന്റെ സൈസ് ചോദിക്കുമ്പോൾ അവൾ ഇപ്പോ വരാമെന്ന് പറഞ്ഞ് എങ്ങോട്ടോ പോവുകയും കുറച്ചു കഴിഞ്ഞൊരു വലിയ ക്യാൻവാസുമായി എത്തുകയും ചെയ്യുന്നുണ്ട്. അവൻ അതിന്റെ ഫോട്ടോ എടുത്ത് നിൽക്കുന്ന നേരത്താണ് റെസ്റ്റോറന്റിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലേ, റെസ്റ്റോറന്റ് ഉടമ എന്നോട് പറഞ്ഞത് ഫ്രെയിം ചെയ്യുന്ന ആളൊരു പ്രോഗ്രാമർ ആണെന്നാണ് എന്നവൾ പറയുമ്പോൾ ഏത് റെസ്റ്റോറന്റ് എന്ന് അവൻ ചോദിക്കുന്നു. ആ സ്റ്റഡി സെന്ററിന് താഴെയുള്ള റെസ്റ്റോറന്റ് ആണെന്ന് അവൾ ചൂണ്ടിക്കാട്ടുന്നു. ഒരു സ്ട്രഗിൾസും ഇല്ലാതെ സമാധാനത്തോടു കൂടി മുന്നോട്ട് ജീവിക്കണമെന്നുള്ള അമ്മയുടെ ഉപദേശം ഓർത്ത് ബസ്സിൽ ഇരിക്കുകയാണ് തേസോ. 2022 കാലഘട്ടത്തിൽ തേസോ ആ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സീനിയർ ഓഫീസർ ഒരിക്കൽ നിനക്ക് ഇന്ത്യയിൽ പ്രൊമോഷനോട് കൂടി ട്രാൻസ്ഫർ ആയി എന്നും പറഞ്ഞ് അവനെ അഭിനന്ദിക്കുന്നു. പിന്നീട് അനിയനെ വിളിക്കുമ്പോൾ മുത്തശ്ശി തലകറങ്ങി വീണു എന്നും ഗ്രാമത്തലവൻ വന്ന് നോക്കി മരുന്ന് കൊടുത്തു എന്നും പറയുന്നു. അമ്മയുടെ കൂടെ ജോലി ചെയ്തിരുന്ന ട്രെയിൻ സ്റ്റേഷനിലെ ആന്റി എന്നെ കാണുമ്പോൾ എപ്പോഴും ഞാൻ അമ്മയെ പോലെ തന്നെയാണെന്ന് പറയാറുണ്ടെന്നും പറയുന്നു. അന്ന് തേസോയ്ക്ക് ഒരു സ്ട്രേഞ്ച് ഫീൽ ഉണ്ടാവുകയും രാവിലെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി കിട്ടുകയും ഉച്ചയ്ക്ക് ഒരു കാര്യവുമില്ലാതെ അമ്മയുടെ കാര്യം അനിയൻ പറയുകയും കൂടി ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ ഓപ്പർച്യൂണിറ്റി വേണ്ട എന്ന് സീനിയർ ഓഫീസറോട് ചെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും റിസൈൻ ആവുകയും ചെയ്യുന്നുണ്ട്. സ്റ്റേഷനിലിരുന്ന് അവൻ അവൻ്റെ അമ്മയെപ്പറ്റി ആലോചിച്ചു. അവർ ട്രെയിനിലെ ലോക്കോ പൈലറ്റ് ആയിരുന്നു. അങ്ങനെ അവനും ലോക്കോ പൈലറ്റ് ആകാൻ തീരുമാനിക്കുന്നു. അതാകുമ്പോൾ ഒരുപാട് ദൂരെയൊന്നും പോകണ്ട എന്നും എന്താവശ്യത്തിനും ഉടൻ തന്നെ എത്തിച്ചേരാൻ കഴിയുമെന്നും ഫ്രീ ആകുന്ന സമയത്ത് എനിക്ക് വേണ്ടിയും ജീവിക്കാൻ കഴിയുമെന്നും അവൻ അവിടെ വെച്ച് മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ തേസോ ഒരു ലോക്കോ പൈലറ്റായി മാറുന്നത്. പിന്നീട് സ്റ്റേഷനിൽ യൂൺ ശരിക്കും പറഞ്ഞാൽ തേസോയെ നോക്കുന്നുണ്ടായിരുന്നു. എല്ലാ വർഷവും മാർച്ചിൽ സ്കൂൾ തുറക്കും നേരം ഞാൻ നിന്നെപ്പറ്റി ആലോചിക്കാറുണ്ടെന്നും അച്ഛനെയും അമ്മയുടെയും മരണവാർഷികത്തിന് നീ സങ്കടത്തിലായിരിക്കും, നിന്നെ ഒന്ന് വിളിച്ചാലോ എന്ന് ഞാൻ ഓർക്കും. പിന്നീട് സമ്മർ വരും, അന്നും അതിനായി തന്നെ ഞാൻ ആലോചിച്ചിരിക്കും. സമയം നീളും തോറും നിന്നെ വിളിക്കാനുള്ള ബുദ്ധിമുട്ട് എനിക്ക് ഏറി വന്നു എന്നും വിന്റർ ആകുമ്പോൾ ഞാനത് കംപ്ലീറ്റ് വിടുമെന്നും നിന്നെ കോണ്ടാക്ട് ചെയ്യേണ്ട എന്ന് എനിക്ക് തോന്നുന്നു എന്നും ആലോചിച്ച് നിൽക്കുമ്പോഴാണ് തൊട്ടടുത്തുള്ള കടയിലെ മുത്തശ്ശിയുടെ മെസ്സേജ് യൂണിന് വരുന്നത്. മുത്തശ്ശി പറഞ്ഞിട്ടാകണം യൂൺ വിളിക്കുകയും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് നടക്കുന്ന അവൻ പെട്ടെന്ന് അവളുടെ ഫോൺ കോൾ കണ്ട് നെർവസ് ആവുകയും ഓക്കെ ആയി കുറച്ചു കഴിഞ്ഞ് ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എടുത്ത പാടെ നീ എന്നെ പറ്റി ടെൻഷൻ അടിക്കുന്നു എന്ന് കടയിലെ മുത്തശ്ശി പറഞ്ഞു. നീ പുറത്താണോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് അവൻ പറയുകയും ഞാൻ കുറച്ചു കഴിഞ്ഞ് വിളിച്ചാൽ മതിയോ എന്ന് ചോദിച്ച് അവൻ ഫോൺ കട്ട് ചെയ്ത് വീട്ടിലേക്ക് നടക്കുന്നു. ആ സമയത്തെല്ലാം അവൾ അവന്റെ ഫോണിനായി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വീട്ടിലെത്തിയ പാടെ അവൻ അവളെ വിളിക്കുന്നു. മുത്തശ്ശി പറഞ്ഞു, നീ ഇപ്പോൾ ട്രെയിൻ ഓപ്പറേറ്റർ ആണെന്നും ഇസു സ്റ്റേഷൻ വഴി നീ പാസ് ചെയ്യാറുണ്ടോ എന്നും ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ വേറെ റൂട്ടിൽ കൂടിയാണ് പോകുന്നതെന്ന് അവൻ പറയുമ്പോൾ ലോക്കോ പൈലറ്റ് തേസോ അത് നിനക്ക് നന്നായി ചേരുന്നുണ്ടെന്ന് അവനോട് പറയുന്നു. എന്റെ സിറ്റുവേഷൻ അത്ര നല്ലതൊന്നുമല്ല, പക്ഷെ എന്നാലും ഞാൻ ഇപ്പോൾ ഓക്കെ ആയിക്കൊണ്ടിരിക്കുന്നു, നീ അതിൽ ടെൻഷനൊന്നും അടിക്കേണ്ട എന്ന് പറയുമ്പോൾ എന്താണ് സിറ്റുവേഷൻ എന്ന് അവളോട് അവൻ ചോദിക്കുന്നുണ്ട്. അതൊരു വലിയ കഥയാണ്, ഞങ്ങൾക്കിടയിൽ ചില കാര്യങ്ങളുണ്ട്, അവൻ എന്നോട് മാപ്പ് പറയാൻ വന്നതാണെന്നും പറയുമ്പോൾ ഇതന്ന് നമ്മൾ കണ്ട ഹോട്ടലിലെ കൊളീഗല്ലേ എന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ ഒന്നും മിണ്ടുന്നില്ല. അയാളോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ക്ലിയർ ആക്ക്, അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് നിന്റെ മുന്നിലേക്ക് അയാൾ കയറി വരില്ലല്ലോ എന്ന് പറയുമ്പോൾ നീ എന്നെ പറ്റി ടെൻഷൻ ആകണ്ട എന്നും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്യുന്നു. പിറ്റേന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന യൂണിനെ ആ ഗസ്റ്റ് ഹൗസിന്റെ ഓണർ വിളിക്കുകയും ബ്രേക്ക് റൂമിൽ നിങ്ങൾ കിടന്നുറങ്ങുന്നത് ഒരു കസ്റ്റമർ കണ്ടു, അത് കോൺട്രാക്റ്റിന് അഗെയിൻസ്റ്റ് ആണെന്നും ഇതിനെ ആവർത്തിക്കരുതെന്നും അവളോട് പറയുന്നു. അങ്ങനെ അവൾ അന്ന് അവളെ കോണ്ടാക്ട് ചെയ്ത റൂം നമ്പർ 601 അവളുടെ വീട്ടിലേക്ക് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ അന്ന് ആദ്യമായി തേസോയ്ക്കൊപ്പം സിയോളിലേക്ക് വന്ന യൂൺ അന്ന് അച്ഛന്റെ ഗേൾ ഫ്രണ്ട് സോഹ്യുനെ കാണാൻ പോകുമ്പോൾ പോയ വീട്ടിലേക്കാണ് അവൾ ഇപ്പോൾ ഗസ്റ്റായി ചെല്ലുന്നത്. അതായത് സോഹ്യൂനിന്റെ മുൻ കാമുകൻ ഹോയുവും അവന്റെ ഭാര്യയും ട്രിപ്പിനായി ഒരാഴ്ച എങ്ങോട്ടോ പോവുകയാണ്.
ആ സമയത്ത് അവരുടെ പെറ്റിനെ നോക്കാൻ വേണ്ടിയാണ് അവൾ അങ്ങോട്ട് ചെല്ലുന്നത്. പഴയ മാനേജറുടെ വീട്ടിൽ സ്റ്റേ റെഡിയാവുന്നത് വരെ അത്രയും ദിവസം അവൾക്കും അവിടെ സ്റ്റേ ചെയ്യാൻ കഴിയും. സ്യോഹുനിന്റെ വളർത്തുമകളാണ് യൂണെന്ന കാര്യം ഭാര്യയ്ക്ക് ഒരറിവുമില്ലായിരുന്നു. പിന്നീട് ജോലി കഴിഞ്ഞ് ട്രെയിനിൽ നിന്നിറങ്ങുന്ന തേസോ പുറത്തെന്തോ നോക്കിക്കൊണ്ട് നിൽക്കുന്ന യൂണിനെ കാണുന്നു. അവൻ അവളെ കാണുന്നുണ്ടെങ്കിലും മൈൻഡ് ചെയ്യാതെ അടുത്ത ട്രെയിനിൽ വീട്ടിലേക്ക് പോകുന്നു. അത് യൂണും കാണുന്നുണ്ട്. അവൾ അങ്ങനെ പഴയ ഓർമ്മകളിലേക്ക് പോവുകയും അതൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്നു. ട്രെയിനിൽ പോയ തേസോ തിരികെ ഇറങ്ങി വരുമ്പോൾ അവൾ ഇരുന്ന് കരയുന്നത് കാണുന്നു. പിന്നീട് നോക്കിയായതിനു ശേഷം ട്രെയിനിൽ പോകാനായി അവൾ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ അവിടെ അതാ തേസോ നിൽക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ നോക്കി നിൽക്കുന്നത് കാണിച്ചാണ് എപ്പിസോഡ് 4 അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത എപ്പിസോഡുമായി വരുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.